അമ്പമ്പോ ഇതെന്തൊരു പോക്കാണു മച്ചാനെ. ഹൈ സ്പീഡിൽ കുതിച്ച് ഷൺമുഖം. ഓരോ ദിവസം കഴിയും തോറും ഷോകളുടെ എണ്ണവും ഇപ്പോൾ വർദ്ധിപ്പിച്ച് മുന്നേറുകയാണ് തുടരും ചിത്രം. കർണാടകയിലും തമിഴിലും ഷൺമുഖത്തെ കാണാനുള്ള തള്ളിക്കയറ്റം തുടരുകയാണ്. ബോക്സ് ഓഫീസിൽ കളക്ഷൻ പൊടിപൊടിക്കുകയാണ് മോഹൻലാൽ ചിത്രം. മോഹൻലാലും ശോഭനയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം എല്ലാവരും സ്വീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ചിത്രം തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ്. എമ്പുരാൻ സിനിമയ്ക്ക് പിന്നാലെ 100 കോടി ക്ലബിൽ മോഹൻലാൽ ചിത്രം തുടരുമെത്തിയതിന്റെ ആവേശത്തിലും ആഘോഷത്തിലുമാണ് ഇപ്പോൾ ആരാധകർ. ചിത്രത്തിന് ആദ്യ ദിനം മുതൽ തന്നെ ഗംഭീര അഭിപ്രായമായിരുന്നു. തിയേറ്ററിൽ തീ പാറിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് തരുൺ മൂർത്തിയാണ്. ഇപ്പോൾ സിനിമകൾ 100 കോടി ക്ലബിൽ എത്തുന്നത് വലിയ അത്ഭുതം തന്നെയാണ്. ഒരേ മാസം അത് ഒരുമിച്ച് സംഭവിച്ചാൽ എങ്ങനെയിരിക്കും? അതുതന്നെയാണ് ഇപ്പോൾ മോഹൻലാലിന്റെ 2 ചിത്രങ്ങളിലും സംഭവിച്ചിരിക്കുന്നത്. 100 കോടി ക്ലബിലാണ് മോഹൻലാൽ ചിത്രങ്ങൾ ഒരു മാസത്തിനുള്ളിൽ എത്തിയിരിക്കുന്നത്. ഏപ്രിൽ 25-നാണ് ആഗോളതലത്തിൽ തുടരും റിലീസ് ചെയ്തത്. ആദ്യവാരം പിന്നിടുമ്പോൾ 110 കോടിക്ക് മുകളിലാണ് ആഗോളതലത്തിൽ ചിത്രം ഇതുവരെ നേടിയിരിക്കുന്നത്. 51 കോടി രൂപയാണ് ഇന്ത്യയിലെ നെറ്റ് കളക്ഷൻ. 51 കോടി രൂപയാണ് ഇതുവരെയുള്ള ഗ്രോസ് കളക്ഷനിലും പറയുന്നത്. വിദേശത്തു നിന്നും 54 കോടി രൂപയാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നതെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചത്. ഇപ്പോഴിതാ തരുൺ മൂർത്തി സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുകയാണ് ജിയോ ഹോട്ട്സ്റ്റാർ. തുടരും ഇനി OTT ഭരിക്കും. വിറ്റുപോയത് വൻ തുകയ്ക്കാണ്. ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് വൻ തുകയ്ക്കാണ് OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയതെന്നാണ്. ഇതിനു മുമ്പ് മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാനും ഹോട്ട്സ്റ്റാർ ആയിരുന്നു സ്ട്രീമിംഗ് ചെയ്തത്. ലൂസിഫറിന്റെ 2ാം ഭാഗമായ എമ്പുരാൻ വൻ തുകയ്ക്കാണ് ജിയോ ഹോട്ട്സ്റ്റാർ OTT റൈറ്റ്സ് നേടിയതും. മലയാളത്തിൽ നിന്നും മാത്രം 50 കോടിക്ക് മുകളിലാണ് ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളത്. അവധിയില്ലാത്ത ദിവസങ്ങളിൽ പോലും ചിത്രത്തിന്റെ കളക്ഷൻ തീ പാറുന്നതുപോലെ മുന്നേറുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് കളക്ഷൻ ഉയരുന്നത് നാം കണ്ടു. ചില ദിവസങ്ങളിൽ മാത്രമാണ് ചെറിയ തരത്തിലുള്ളൊരു മാന്ദ്യം സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ അത് 10 മടങ്ങ് വേഗത്തിൽ ഉയരുന്നത് നമുക്ക് തുടരും സിനിമയിൽ കാണാൻ സാധിക്കും. 1ാം ദിവസത്തിൽ 5 കോടിക്ക് മുകളിലാണ് ചിത്രത്തിന് മലയാളത്തിൽ നിന്ന് മാത്രം ലഭിച്ചത്. 2ാം ദിവസമായപ്പോഴേക്കും അത് 8 കോടിയായി ഉയർന്നു. 3ാം ദിവസത്തിലേക്ക് എത്തിയപ്പോൾ 10 കോടിയായി പിന്നീട് കുതിക്കുന്നതാണ് നാം കണ്ടത്. 4ാം ദിവസവും 5ാം ദിവസവും ഇതുപോലെ തന്നെയായിരുന്നു കളക്ഷന്റെ പോക്ക്. 5ാം ദിനത്തിലാണ് വലിയൊരു മാറ്റം തന്നെ ഉണ്ടായത്. 6 കോടിക്ക് മുകളിലാണ് ചിത്രം സ്വന്തമാക്കിയത്. 6ാം ദിനത്തിലും 6 കോടി നേടിയ ചിത്രം 7ാം ദിനത്തിൽ വീണ്ടും ഉയർന്ന് 7 കോടിക്ക് മുകളിലാണ് സ്വന്തമാക്കിയതെന്നാണ് കണക്കുകൾ പറയുന്നത്. തീർത്തും ഒരു ഫാമിലി ഡ്രാമ സ്വഭാവത്തിലെത്തിയ തുടരുമെന്ന സിനിമയിൽ ഒരു ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തിയത്. മോഹൻലാലിന്റെ ഭാര്യയായി ശോഭനയും ചിത്രത്തിലെത്തുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ സിനിമയിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രകാശ് വർമ്മയുടെ പ്രകടനത്തിനും വലിയ സ്വീകാര്യതയാണ് ഇന്ന് സിനിമാ ലോകത്തു നിന്നും ലഭിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.